യോശുവയുടെ പുസ്തകം 10-ാം അധ്യായം. യോശുവ ഹായി പട്ടണം പിടിച്ച് നിർമൂലമാക്കിയെന്നും അവൻ യെരിഹോവിനോടും അതിൻ്റെ രാജാവിനോടും ചെയ്തതുപോലെ ഹായിയോടും അതിൻ്റെ രാജാവിനോടും ചെയ്തു എന്നും ഗിബെയോൻ നിവാസികൾ ഇസ്രായേലിനോട് സഖ്യത ചെയ്തു അവരുടെ കൂട്ടത്തിലായി എന്നും യെരുശലേം രാജാവായ അദോനീസെദെക്ക് കേട്ടപ്പോൾ ഗിബ്രയോൻ രാജനഗരികളിൽ ഒന്നുപോലെ വലിയൊരു പട്ടണവും ഹായിയേക്കാൾ വലിയതും അവിടുത്തെ പുരുഷന്മാരെല്ലാവരും പരാക്രമശാലികളും ആയിരുന്നതുകൊണ്ട് അവർ ഏറ്റവും ഭയപ്പെട്ടു. ആകയാൽ യെരുശലേം രാജാവായ അദോനീസെദെക്ക് ഹെബ്രോൻ രാജാവായ ഹോഹാമിൻ്റെയും യർമൂത്ത് രാജാവായ പിരാമിൻ്റെയും ലാഖീഷ് രാജാവായ യാഹയുടെയും എഗ്ലോൻ രാജാവായ ദെബീരിൻ്റെയും അടുക്കൽ ആളയച്ചു. ഗിബെയോൻ യോശുവയോടും ഇസ്രായേൽ മക്കളോടും സഖ്യത ചെയ്തുകൊണ്ടും നാം അതിനെ നശിപ്പിക്കേണ്ടതിന് എന്നെ സഹായിപ്പീൻ എന്ന് പറയിച്ചു. അപ്പോൾ യെരൂശലേം രാജാവ്, ഹെബ്രോൻ രാജാവ്, യർമൂത്ത് രാജാവ്, ലാഖീസ് രാജാവ്, എഗ്ലോം രാജാവ് എന്നീ 5 അമോര്യ രാജാക്കന്മാരും ഒരുമിച്ചുകൂടി. അവരും അവരുടെ സൈന്യങ്ങളൊക്കെയും ചെന്ന് ഗിബെയോനെതിരെ പാളയമിറങ്ങി അതിനോട് യുദ്ധം ചെയ്തു. അപ്പോൾ ഗിബെയോന്യർ ഗിൽഗാലിൽ പാളയത്തിലേക്ക് യോശുവയുടെ അടുക്കൽ ആളയച്ചു. അടിയങ്ങളെ കൈവിടാതെ വേഗം ഞങ്ങളുടെ അടുക്കൽ വന്ന് ഞങ്ങളെ സഹായിച്ച് രക്ഷിക്കണമേ. പർവ്വതങ്ങളിൽ പാർക്കുന്ന അമോര്യ രാജാക്കന്മാർ ഒക്കെയും ഞങ്ങൾക്ക് വിരോധമായിട്ട് ഒന്നിച്ചു കൂടിയിരിക്കുന്നു എന്ന് പറയിച്ചു. എന്നാൽ യോശുവയും പടജനമൊക്കെയും സകല പരാക്രമശാലികളും ഗിൽഗാലിൽ നിന്ന് പുറപ്പെട്ടു. യഹോവ യോശുവയോട്, അവരെ ഭയപ്പെടരുത്, ഞാൻ അവരെ നിന്റെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്നു, അവരിൽ ഒരുത്തനും നിന്റെ മുമ്പിൽ നിൽക്കയില്ല എന്ന് അരുളി ചെയ്തു. യോശുവ ഗിൽഗാലിൽ നിന്ന് പുറപ്പെട്ട് രാത്രി മുഴുവനും നടന്ന് പെട്ടെന്ന് അവരെ എതിർത്തു. യഹോവ അവരെ ഇസ്രായേലിൻ്റെ മുമ്പിൽ കുഴക്കി ഗിബെയോനിൽ വച്ച് അവരെ കഠിനമായി തോൽപ്പിച്ച് ബേത്ത്ഹോരോനിലേക്കുള്ള കയറ്റം വഴിയായി അവരെ ഓടിച്ചു. അസേക്ക വരെയും മെക്കേദ വരെയും അവരെ വെട്ടി. അങ്ങനെ അവർ ഇസ്രായേലിൻ്റെ മുമ്പിൽ നിന്ന് ഓടി ബേത്ത്ഹോരോൻ ഇറക്കത്തിൽ വെച്ച് അസേക്ക വരെയും യഹോവ ആകാശത്ത് നിന്ന് വലിയ കല്ല് അവരുടെ മേൽ പേയിച്ച് അവരെ കൊന്നു. ഇസ്രായേൽ മക്കൾ വാൾ കൊണ്ട് കൊന്നവരേക്കാൾ കൽമഴയാൽ മരിച്ചുപോയവർ അധികമായിരുന്നു. എന്നാൽ യഹോവ അമോര്യരെ ഇസ്രായേൽ മക്കളുടെ കയ്യിൽ ഏൽപ്പിച്ചു കൊടുത്ത ദിവസം യോശുവ യഹോവയോട് സംസാരിച്ചു. ഇസ്രായേൽ മക്കൾ കേൾക്കെ, സൂര്യ നീ ഗിബെയോനിലും ചന്ദ്ര നീ അയാലോൻ താഴ്വരയിലും നിൽക്ക എന്ന് പറഞ്ഞു. ജനം തങ്ങളുടെ ശത്രുക്കളോട് പ്രതികാരം ചെയ്യുമ്പോഴും സൂര്യൻ നിന്നു, ചന്ദ്രനും നിശ്ചലമായി. സൂര്യന്മാരുടെ പുസ്തകത്തിൽ അങ്ങനെ എഴുതിയിരിക്കുന്നുവല്ലോ. ഇങ്ങനെ സൂര്യൻ ആകാശമധ്യേ ഒരു ദിവസം മുഴുവൻ അസ്തമിക്കാതെ നിന്നു. യഹോവ ഒരു മനുഷ്യന് വാക്ക് കേട്ടനുസരിച്ച് ആ ദിവസം പോലെ ഒരു ദിവസം അതിനു മുമ്പും പിമ്പും ഉണ്ടായിട്ടില്ല. യഹോവ തന്നെയായിരുന്നു ഇസ്രായേലിന് വേണ്ടി യുദ്ധം ചെയ്തത്. അനന്തരം യോശുവയും ഇസ്രായേലൊക്കെയും ഗിൽഗാലിൽ പാളയത്തിലേക്ക് മടങ്ങി വന്നു. എന്നാൽ ആ രാജാക്കന്മാർ ഐവരും ഓടി മക്കേദയിലെ ഒരു ഗുഹയിൽ ചെന്ന് ഒളിച്ചു. രാജാക്കന്മാർ ഐവരും മക്കേദയിലെ ഗുഹയിൽ ഒളിച്ചിരിക്കുന്നതായി കണ്ട് എന്ന് യോശുവയ്ക്ക് അറിവ് കിട്ടി. എന്നാൽ യോശുവ ഗുഹയുടെ ദ്വാരത്തിങ്കൽ വലിയ കല്ലുകൾ ഉരുട്ടിവെച്ച് അവരെ കാക്കേണ്ടതിന് അവിടെ ആളെയാക്കുവീൻ. നിങ്ങളോ നിൽക്കാതെ ശത്രുക്കളെ പിന്തുടർന്ന് അവരുടെ പിൻപടയെ സംഹരിപ്പീൻ. പട്ടണങ്ങളിൽ കടപ്പാൻ അവരെ സമ്മതിക്കരുത്. നിങ്ങളുടെ ദൈവമായ യഹോവ അവരെ നിങ്ങളുടെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. അങ്ങനെ അവർ ഒടുങ്ങും വരെ യോശുവയും ഇസ്രായേൽ മക്കളും അവരിലൊരു മഹാസംഹാരം നടത്തിക്കഴിഞ്ഞപ്പോൾ ശേഷിച്ചവർ ഉറപ്പുള്ള പട്ടണങ്ങളിൽ ശരണം പ്രാപിച്ചു. ജനമൊക്കെയും സമാധാനത്തോടെ മക്കേദയിലെ പാളയത്തിൽ യോശുവയുടെ അടുക്കൽ മടങ്ങി വന്നു. ഇസ്രായേൽ മക്കളിൽ യാതൊരുത്തിൻ്റെയും നേരെ ആരും തൻ്റെ നാവ് അനക്കിയതുമില്ല. പിന്നെ യോശുവ ഗുഹയുടെ ദ്വാരത്തെ തുറന്ന് രാജാക്കന്മാരെ ഐവരെയും ഗുഹയിൽ നിന്ന് എൻ്റെ അടുക്കൽ
പുറത്തു കൊണ്ടുവരുവീൻ എന്ന് പറഞ്ഞു. അവർ അങ്ങനെ ചെയ്തു. യെരുശലേം രാജാവ്, ഹെബ്രോൻ രാജാവ്, യർമൂത്ത് രാജാവ്, ലാഖീസ് രാജാവ്, എഗ്ലോൻ രാജാവ് എന്നീ 5 രാജാക്കന്മാരെയും ഗുഹയിൽ നിന്ന് അവൻ്റെ അടുക്കൽ കൊണ്ടുവന്നു. രാജാക്കന്മാരെ യോശുവയുടെ അടുക്കൽ കൊണ്ടുവന്നപ്പോൾ യോശുവ ഇസ്രായേൽ പുരുഷന്മാരെ ഒക്കെയും വിളിപ്പിച്ച് തന്നോടുകൂടെ പോയ പടജനത്തിൻ്റെ അധിപതിമാരോട് അടുത്തു ചെന്ന് ഈ രാജാക്കന്മാരുടെ കഴുത്തിൽ കാൽ വെപ്പീൻ എന്ന് പറഞ്ഞു. അവർ അടുത്തു ചെന്ന് അവരുടെ കഴുത്തിൽ കാൽ വെച്ചു. യോശുവ അവരോട്, ഭയപ്പെടരുത്, ശങ്കിക്കുകയുമരുത്, ഉറപ്പും ധൈര്യവുമുള്ളവരായിരിപ്പീൻ. നിങ്ങൾ യുദ്ധം ചെയ്യുന്ന സകല ശത്രുക്കളോടും യഹോവ ഇങ്ങനെ തന്നെ ചെയ്യും എന്ന് പറഞ്ഞു. അതിനുശേഷം യോശുവ അവരെ വെട്ടിക്കൊന്നു. 5 മരത്തിന്മേൽ തൂക്കി. അവർ സന്ധ്യ വരെ തൂങ്ങിക്കിടന്നു. സൂര്യൻ അസ്തമിക്കുന്ന സമയത്ത് യോശുവയുടെ കൽപ്പന പ്രകാരം അവരെ മരത്തിൽ നിന്ന് ഇറക്കി അവർ ഒളിച്ചിരുന്ന ഗുഹയിൽ ഇട്ടു. ഗുഹയുടെ ദ്വാരത്തിങ്കൽ വലിയ കല്ല് ഉരുട്ടിവെച്ചു. അത് ഇന്നുവരെയും അവിടെ ഇരിക്കുന്നു. അന്ന് യോശുവ മക്കേദ പിടിച്ച് വാളിൻ്റെ വായ്ത്തലയാൽ സംഹരിച്ചു. അതിനെയും അതിലെ രാജാക്കന്മാരെയും അവിടെയുള്ള എല്ലാവരെയും നിർമൂലമാക്കി. ഒരുത്തനെയും ശേഷിപ്പിച്ചില്ല. അവൻ യെരിഹോ രാജാവിനോട് ചെയ്തതുപോലെ തന്നെ മക്കേദ രാജാവിനോടും ചെയ്തു. യോശുവയും അവനോടുകൂടെ ഇസ്രായേലൊക്കെയും മക്കേദയിൽ നിന്നും ലെബനയിലേക്ക് ചെന്ന് ലെബനയോടും യുദ്ധം ചെയ്തു. യഹോവ അതിലെ രാജാവിനെയും സിസേലിന്റെ കയ്യിൽ ഏൽപ്പിച്ചു. അവർ അതിലുള്ള എല്ലാവരെയും വാളിൻ്റെ വായ്ത്തലയാൽ സംഹരിച്ചു. അവിടെ ഒരുത്തനെയും ശേഷിപ്പിച്ചില്ല. യെരിഹോ രാജാവിനോട് ചെയ്തതുപോലെ അവർ അവിടുത്തെ രാജാവിനോടും ചെയ്തു. യോശുവയും അവനോടുകൂടെ ഇസ്രായേലൊക്കെയും ലിബ്നയിൽ നിന്നും ലാഖീസിലേക്ക് ചെന്ന് അവിടെ നേരെ പാളയമിറങ്ങി അതിനോട് യുദ്ധം ചെയ്തു. യഹോവ ലാഖീസിനെ ഇസ്രായേലിൻ്റെ കയ്യിൽ ഏൽപ്പിച്ചു. അവർ അതിനെ 2-ാം ദിവസം പിടിച്ചു. ലിബ്നയോട് ചെയ്തതുപോലെയൊക്കെയും അതിനെയും അതിലുള്ള എല്ലാവരെയും വാളിൻ്റെ വായ്ത്തലയാൽ സംഹരിച്ചു. അപ്പോൾ ഗേസേർ രാജാവായ ഹോരാം ലാഖീസിനെ സഹായിപ്പാൻ വന്നു. എന്നാൽ യോശുവ അവനെയും അവൻ്റെ ജനത്തെയും ആരും ശേഷിക്കാതെ വണ്ണം സംഹരിച്ചു. യോശുവയും ഇസ്രായേലൊക്കെയും ലാഖീസിൽ നിന്ന് എഗ്ലോന് ചെന്ന് അതിൻ്റെ നേരെ പാളയമിറങ്ങി അതിനോട് യുദ്ധം ചെയ്തു. അവർ അന്ന് തന്നെ അതിനെ പിടിച്ച് വാളിൻ്റെ വായ്ത്തലയാൽ സംഹരിച്ചു. ലാഖീസിനോട് ചെയ്തതുപോലെയൊക്കെയും അവൻ അതിലുള്ള എല്ലാവരെയും അന്ന് നിർമൂലമാക്കി. യോശുവയും ഇസ്രായേലൊക്കെയും എഗ്ലോനിൽ നിന്ന് ഹെബ്രോനു ചെന്നു അതിൻ്റെ നേരെ യുദ്ധം ചെയ്തു. അവർ അതിനെ പിടിച്ച് വാളിൻ്റെ വായ്ത്തലയാൽ അതിനെയും അതിലെ രാജാക്കന്മാരെയും അതിൻ്റെ എല്ലാ പട്ടണങ്ങളെയും അതിലുള്ള എല്ലാവരെയും സംഹരിച്ചു. അവൻ എഗ്ലോനോട് ചെയ്തതുപോലെയൊക്കെയും അതിനെയും അതിലുള്ള സകല മനുഷ്യരെയും ആരും ശേഷിക്കാതെ വണ്ണം നിർമൂലമാക്കി. പിന്നെ യോശുവയും എല്ലാ ഇസ്രായേലും തിരിഞ്ഞ് ദെബീരിന് ചെന്ന് അതിൻ്റെ നേരെ യുദ്ധം ചെയ്തു. അവർ അതിനെയും അതിലെ രാജാവിനെയും അതിൻ്റെ എല്ലാ പട്ടണങ്ങളെയും പിടിച്ച് വാളിൻ്റെ വായ്ത്തലയാൽ സംഹരിച്ചു. അതിലുള്ള എല്ലാവരെയും ആരും ശേഷിക്കാതെ വണ്ണം നിർമൂലമാക്കി. അവൻ ഹെബ്രോനോട് ചെയ്തതുപോലെയും ലിബ്നയോടും അതിൻ്റെ രാജാവിനോടും ചെയ്തതുപോലെയും ദെബീരിനോടും അതിലെ രാജാവിനോടും ചെയ്തു. ഇങ്ങനെ യോശുവ മലനാട്, തെക്കേ ദേശം, താഴ്വീതി, മലഞ്ചരിവുകൾ എന്നിങ്ങനെയുള്ള ദേശമൊക്കെയും അവിടങ്ങളിലെ സകല രാജാക്കന്മാരെയും ജയിച്ചടക്കി. ഇസ്രായേലിൻ്റെ ദൈവമായ യഹോവ കൽപ്പിച്ചതുപോലെ അവൻ ഒരുത്തനെയും ശേഷിപ്പിക്കാതെ സകല ജീവികളെയും നിർമൂലമാക്കി. യോശുവ കാദേശ് ബർന്നേയ മുതൽ ഗസ വരെയും ഗിബയോൻ വരെയും ഗോശാൻ ദേശമൊക്കെയും ജയിച്ചടക്കി. ഈ രാജാക്കന്മാരെയൊക്കെയും അവരുടെ ദേശത്തെയും യോശുവ ഒരേ സമയത്ത് പിടിച്ചു. ഇസ്രായേലിൻ്റെ ദൈവമായ യഹോവയായിരുന്നു ഇസ്രായേലിന് വേണ്ടി യുദ്ധം ചെയ്തത്. പിന്നെ യോശുവയും എല്ലാ ഇസ്രായേലും ഗിൽഗാലിൽ പാളയത്തിലേക്ക് മടങ്ങിപ്പോകുന്നു. ഇങ്ങനെ യോശുവയുടെ പുസ്തകം 10-ാം അധ്യായം അവസാനിക്കുന്നു.